ഇനി ഒരു ജോബ് ഫോക്കസ്ഡ് ലേണർക്ക് ആവശ്യമായിട്ടുള്ളത് എന്തായിരിക്കും? ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റ് പ്ലേസ്ഡ് ഇൻ എ കമ്പനി ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഇത് പഠിക്കുന്ന ഒരാൾക്ക് ഉള്ള ആഗ്രഹം എന്തായിരിക്കും? അയാൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറണം. അതല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ SEO അനലിസ്റ്റ്, ഇതുപോലെ ഏത് സെക്ടറും ആയിക്കോട്ടെ. ഇതായിരിക്കും ഒരു ജോബ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തൊക്കെ അറിയണം, അയാൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാണ്, ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജോലി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം കേപ്പബിൾ ആയിരിക്കണം. മിനിമം സ്കിൽസ്, മിനിമം ആണ് പറയുന്നത്, മാക്സിമം അല്ല. അതിനേക്കാൾ കൂടുതലാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബട്ട് മിനിമം പ്ലാറ്റ്ഫോം നോളജ്, അതായത് മെറ്റ, ഗൂഗിൾ, SEO ബേസിക്സ്, ഇതുപോലെയുള്ള എല്ലാ സെക്ഷനെ പറ്റിയും നമുക്ക് കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം നോളജ്, ഇതെന്താണെന്നുള്ളതും ഓരോ സെക്ഷനിലും ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള നോളജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. മെറ്റയിൽ തന്നെ മെറ്റ ബിസിനസ് പോർട്ട്ഫോളിയോ ഉണ്ട്, അതുപോലെ തന്നെ മെറ്റ ബിസിനസ് സ്യൂട്ട് ഉണ്ട്, പേജസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതെങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ്സും ഇവയും ഇൻസ്റ്റഗ്രാമും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്, ഇതിനെപ്പറ്റിയുള്ളൊരു ബേസിക് പ്ലാറ്റ്ഫോം നോളജ് നമുക്ക് വേണമെന്നുള്ളത്. അതുപോലെ ഓരോ സെക്ഷനെ പറ്റിയും ഉണ്ട്, അതിനെല്ലാം നമുക്ക് പ്ലാറ്റ്ഫോം നോളജ് വേണം. അപ്പം ജോലിക്ക് പോകുന്ന ഒരാൾക്ക് അതുണ്ടാവണം. രണ്ടാമത്തത് റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിറ്റിക്സ് സ്കിൽസ്, അതായത് ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനും നമ്മളിലേക്ക് വരുന്ന ഡേറ്റാസൊക്കെ അനലൈസ് ചെയ്ത് അതിനുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനുമുള്ളൊരു സ്കില്ല് വേണം. ക്യാമ്പയിൻ എക്സിക്യൂഷൻ, ഒരു പരസ്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വേണ്ടുന്ന എല്ലാ സ്റ്റെപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അയാൾക്ക് ചെയ്യാൻ അറിയാൻ സാധിക്കണം. അതുപോലെ തന്നെ ബേസിക് AI യൂസേജ്, AIയുടെ എല്ലാ ടൂൾസും പഠിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഇന്ന് ഏകദേശം എല്ലാവർക്കും ChatGPT അല്ലെന്നുണ്ടെങ്കിൽ Gemini, Claude ഇതുപോലെയുള്ളതൊക്കെ ബേസിക്കലി പല വീഡിയോയിലൂടെയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിനെ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കാര്യങ്ങൾ വ്യക്തമായി അവർക്ക് ധരിപ്പിക്കാൻ, കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നോളജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടാസ്ക് ഡിസിപ്ലിൻ, അതായത് നമുക്കൊരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ, എത്ര സമയം, എത്ര ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഒരു ക്യാമ്പയിൻ ലെവൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനുള്ളൊരു ടാസ്ക് ഡിസിപ്ലിൻ നമുക്കുണ്ടാവണം. പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നൗ ഇൻ ഹൈ ഡിമാൻഡ്, ഇപ്പോൾ ഹൈ ഡിമാൻഡിൽ ഇതിന് പുറമെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആകുക, ഇതെല്ലാം ചെയ്യാൻ പഠിച്ചതിന് അപ്പുറത്ത് നമുക്ക് എന്ത് വേണം? AI കോണ്ടന്റ് ക്രിയേഷൻസ്, അതുപോലെ തന്നെ ബേസിക് വീഡിയോ എഡിറ്റിംഗ്, ക്യാമറ, iPhone വീഡിയോഗ്രാഫി, ഇതുപോലെയുള്ള ചില കാര്യങ്ങളും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ജോലി കിട്ടും, നിങ്ങൾ പ്ലേസ്ഡ് ആവും. അതായത് ഹൈ ഡിമാൻഡിലുള്ള എന്താണ്? AI കോണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ പഠിക്കുന്ന സമയത്തുമൊക്കെ അറിയാവുന്ന AI ടൂൾസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുകയും അതുവഴിയൊക്കെ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ പോർട്ട്ഫോളിയോസിൽ അത് ആഡ് ചെയ്യാനും സാധിക്കണം. അതുപോലെ തന്നെ ബേസിക് വീഡിയോ എഡിറ്റിംഗ്, അതിപ്പോൾ മൊബൈൽ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ്വെയർസ്, അഡോബ് പ്രീമിയറോ അല്ലെങ്കിൽ അതുപോലുള്ള ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. മൊബൈലിലാണെന്നുണ്ടെങ്കിൽ VN, അല്ലെന്നുണ്ടെങ്കിൽ CapCut, സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഫിൽമോറ എന്ന് പറയുന്ന ഒരു ടൂളാണ്. അത് ഉപയോഗിച്ചൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബേസിക് ക്യാമറ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ iPhone വീഡിയോഗ്രാഫി, ഇത് നമുക്ക് ചെയ്യാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാനും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ അവനെ ഹയർ ചെയ്യുന്നതുകൊണ്ട് ആ കമ്പനിക്ക് ഒരു ഗുണമുണ്ടാകും. ഒരിക്കലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് കയറാമെന്ന് വിചാരിക്കേണ്ട. ആൻഡ് ഈ ആൾക്ക് വേണ്ടി വരുന്ന ഒരു എഫേർട്ട് എത്രത്തോളമാണ്? ടൈം ആൻഡ് എഫേർട്ട് എക്സ്പെക്റ്റേഷൻ. ഒരു 3 തൊട്ട് 6 മാസം വരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനുള്ളൊരു സമയം അയാൾ മാറ്റിവെക്കണം. ദിവസം 2 to 4 മണിക്കൂർ ഇയാൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ ലൈവ് പ്രോജക്റ്റോ എക്സ്പോഷർ ചെയ്യണം. അപ്പോൾ ഇൻറ്റേൺഷിപ്പും ലൈവ് പ്രോജക്റ്റും എക്സ്പോഷർ ചെയ്യണമെന്നുള്ളത് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ പെട്ടുപോകുന്ന ഒരു സ്ഥലം പറഞ്ഞുതരാം. അതായത് പല സ്ഥാപനങ്ങളും നിങ്ങളെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ജോലിക്ക് കയറാൻ പോകുമ്പോൾ അവിടെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ശമ്പളമൊന്നും ഒരുപക്ഷെ ഉണ്ടാവില്ല, ചിലപ്പോൾ സ്റ്റൈപ്പൻഡ് കിട്ടിയേക്കാം. പക്ഷെ അവിടെ നിങ്ങളെ ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ടോ? നമ്മളിവിടെ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളെ ചെയ്യിപ്പിക്കുന്നുണ്ടോ? അതോ നിങ്ങളെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ അവരുടെ കുറച്ച് കാര്യങ്ങളിലും ഡെയിലി സെയിം ഡ്യൂട്ടി തന്നെയാണ് നിങ്ങളെ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫ്രീ ലേബർ മാത്രമാണ്, ഇറ്റ്സ് നോട്ട് ആൻ ഇൻറ്റേൺഷിപ്പ്. അത് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങളൊരു കാരണവശാലും തുടരാൻ പാടില്ല. കാരണം
നിങ്ങളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടൈമാണ് യു ട്രേഡ് ടൈം ഫോർ സ്റ്റേബിൾ ഇൻകം. ഇതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് നോക്കുക, യു ട്രേഡ് ടൈം ഫോർ സ്റ്റേബിൾ ഇൻകം. നിങ്ങൾക്കൊരു റവന്യൂ, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സ്റ്റേബിൾ റവന്യൂയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എന്താ, നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങൾ പാഴാക്കി കളയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ഓർ ലൈഫ് പ്രോജക്റ്റ് എക്സ്പോഷർ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രം ചെയ്യുക. അത് നിങ്ങൾക്ക് കൃത്യമായി ചോദിക്കാം. അതിനുശേഷം നിങ്ങൾ ജോലിക്ക് കയറുക, ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ പോലും. പിന്നെ നിങ്ങളുടെ സാലറി ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ പെർഫോമൻസ്. നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്, എല്ലാവരും പറയും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് എത്ര സാലറി കിട്ടും. നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും എന്നുള്ളത് നിങ്ങളുടെ കഴിവിനനുസരിച്ചാണ്. നമ്മളിവിടെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞിരിക്കുന്ന മിനിമം സ്കിൽസ് റിക്വയർഡ് എന്നുള്ളതിനകത്ത് എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് അറിയാമെന്നുള്ളത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് മറ്റാരെയും ഏൽപ്പിക്കേണ്ട കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആൻഡ് യു ട്രേഡ് യുവർ ടൈം ഫോർ സ്റ്റേബിൾ ഇൻകം, അതും പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി അനാവശ്യമായിട്ട് സമയം കളയാൻ പാടില്ല. സോ ഡെപ്ത് റിക്വയർഡ്, എക്സിക്യൂഷൻ ലെവൽ മാസ്റ്ററി, അതായത് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്കിൽസിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ജോബ് ഫോക്കസ്ഡ് ലേണർക്കുള്ള ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. ജോലിക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ ഇത് ആവശ്യമായിരിക്കും.